ഹലോ, വെൽക്കം ബാക്ക് ടു പിക്ക് ആൻഡ് മിക്സ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മളുടെ ഇന്നത്തെ വീഡിയോ ലഞ്ച് ഐറ്റംസ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യമായി ഞാൻ തയ്യാറാക്കുന്നത്, നമ്മളുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഇടിച്ചക്ക, ചക്ക ഒക്കെ ഉണ്ടാവുന്ന സീസണാണല്ലോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തയ്യാറാക്കുന്നത് ഇടിച്ചക്ക കൊണ്ടുള്ള ഉപ്പേരിയാണ്. അതിന് വേണ്ടി ഞാൻ ഇടിച്ചക്ക ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി നുറുക്കിയ ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ചേർത്ത് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കണം. അതൊന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് കടുക് വറുക്കുന്നതിനോട് കൂടെ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ റെഡിയാക്കിയെടുക്കാം. അതിന് ഞാൻ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ 2-3 വെളുത്തുള്ളി, പിന്നെ 3-4 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കണം. അത് ഞാൻ ചെറിയ ഉള്ളി ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലപോലെ അരച്ചെടുക്കൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. ഞാൻ ചെറിയ ഉള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെളുത്തുള്ളിയും അതുപോലെ വറ്റൽമുളകും കൂടെ ചതച്ചെടുക്കാം. ഈ സമയത്ത് നമ്മളുടെ കുക്കറിൻ്റെ വിസിലെല്ലാം പോയിട്ടുണ്ട്. നമുക്ക് അതൊന്ന് തുറന്ന് നോക്കി വെന്ത് വന്നിട്ടൊക്കെ ഉണ്ട്, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി അതൊന്ന് കടുപ്പൊട്ടിച്ചെടുക്കണം. അതിന് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് അത് നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം കടുക് ഇട്ടെടുത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുകെല്ലാം പൊട്ടി വന്നതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി, വെളുത്തുള്ളി, വറ്റൽമുളക് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കണം. അന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഇടിച്ചക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളുടെ ഇടിച്ചക്ക ഉപ്പേരി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇടിച്ചക്ക കിട്ടുമ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി ഞാൻ അടുത്തത് ഉണ്ടാക്കുന്നത് ഫിഷ് ഫ്രൈ ആണ്. നമ്മളെല്ലാവരും ഓരോ നാട്ടുകാരും ഓരോ രീതിയിലാണല്ലോ ഫിഷ് ഫ്രൈ ചെയ്യുക. നമ്മളിവിടെ ഫിഷ് ഫ്രൈ ചെയ്യുന്നത് ഈ രീതിക്കാണ് കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഇനി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിന് വേണ്ടി ഞാൻ ആദ്യം 2-3-4 വെളുത്തുള്ളി, പിന്നെ 2-3-4 ചെറിയ ഉള്ളി അത്ര എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു തണ്ട് കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ നമ്മൾ എരിവുള്ള മുളക് പൊടി അത് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും, ഒരു അര കഷ്ണം നാരങ്ങ നീര് അത്രയും ഒന്ന് മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള മീനിൻ്റെ മുകളിൽ തേച്ച് കൊടുക്കാം. അതോടൊപ്പം നമുക്ക് മീനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ അയില മീനാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ മീനെല്ലാം മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്രൈ ചെയ്യണം. അതിന് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പാനിൽ. ഇനി നമുക്ക് അതിലേക്ക് ഫിഷ് ഇട്ട് കൊടുത്തിട്ട് തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ രീതിയിൽ നിങ്ങളൊന്ന് ഫിഷ് ഫ്രൈ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലഞ്ചിൽ ഐറ്റംസ് ഇതൊക്കെയാണ്: ഫിഷ് ഫ്രൈ, അതുപോലെ ഇടിച്ചക്ക ഉപ്പേരി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.